ഫിലിം എഡിറ്റിംഗിലാണെങ്കിൽ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ആ സീനിന്റെ ഇമ്പാക്ട് മാറുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസിഷനിലൂടെ വ്യക്തമാക്കാൻ സാധിക്കും. അതായത് ഒരു വീഡിയോയ്ക്ക് നമ്മൾ നൽകുന്ന ട്രാൻസിഷൻ ആ സീനിന്റെ മൂഡ് നിശ്ചയിക്കും. ഇതുപോലെ നമ്മുടെ വീഡിയോയുടെ എനർജി അല്ലെങ്കിൽ മൂഡ് നിശ്ചയിക്കാനായിട്ട് ഒരു ട്രാൻസിഷന് സാധിക്കും. ഇവിടെ ഉപയോഗിച്ചത് വൈറ്റ് ട്രാൻസിഷൻ ആണെങ്കിൽ അത് ആ സീനിന്റെ എനർജി കൂട്ടാനാണ് സഹായിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് മുൻപായിട്ട് ഇതിന് മുൻപത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്ന കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് നൽകുന്ന ട്രാൻസിഷൻ ഒന്ന് റെഫർ ചെയ്തേക്കാം. ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 2 വീഡിയോസ് ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. വൈറ്റ് ഇമേജ് നമുക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഇമ്പോർട്ട് ചെയ്ത ശേഷം ഇതിന്റെ ഏറ്റവും മിഡിലായിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒപ്പാസിറ്റി, അതായത് ബ്ലെൻഡ് ടൂളിലുള്ള ഈ ഒപ്പാസിറ്റി 100% ആയിട്ട് സെറ്റ് ചെയ്യുക. ഈ ഇമേജിന്റെ ഏറ്റവും തുടക്കത്തിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് അതിന്റെ ഒപ്പാസിറ്റി 0 ആക്കി സെറ്റ് ചെയ്യുക. അതുപോലെ ആ സെയിം ഇമേജിന്റെ എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് അതിന്റെ ഒപ്പാസിറ്റി 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതേ വീഡിയോ പ്ലേ ആവുമ്പോൾ ആ വൈറ്റ് ഇമേജിന്റെ തുടക്കത്തിൽ വെച്ചിട്ട് ഒരു വൈറ്റ് ഫ്ലാഷ് വരികയും തുടർന്ന് അടുത്ത സീനിലേക്ക് അത് മാറുന്നത് കാണാം. ഇതിനിടയിൽ നമുക്ക് ഇതിന്റെ എനർജി കൂട്ടണമെങ്കിൽ അവിടെ ഒരു ഫ്ലിക്കറിംഗ് പോലെ ആക്കി കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് കീ ഫ്രെയിം സെറ്റ് ചെയ്താൽ മതിയാവും. ഇതെല്ലാം ട്രാൻസിഷനിൽ ലഭ്യമാണ്. പക്ഷേ നമുക്കത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ടിപ്സ് വേണമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഇത് വീഡിയോയിലൂടെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനലിൽ കയറി നോക്കുക. അവിടെ ഞാനിത് ടൈപ്പ് ചെയ്തിട്ടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസ് പെയ്ഡ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ DM വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.